ജോസ് ഡിനീസ് അവീറോയുടെ നിയന്ത്രണമില്ലാത്ത മദ്യപാനം മൂലം ആ വീട്ടിൽ എപ്പോഴും ബഹളമായിരുന്നു. കാരണം അയാൾ എന്നും നിയന്ത്രണമില്ലാതെ മദ്യപിച്ച് വന്നിട്ട് ഭാര്യയോടും കുട്ടികളുമായിട്ട് വഴക്കുണ്ടാക്കും. അയാളുടെ ഒരു പ്രവൃത്തിയിൽ പല നാട്ടുകാർക്കും വിയോജിപ്പുണ്ടായിരുന്നു. അത് മാത്രമല്ല, മരിയ ഡോളോറസ് എന്ന് പറയുന്ന അയാളുടെ ഭാര്യയ്ക്കും ഇത് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ അവർ നിസ്സഹായമായിരുന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നിയന്ത്രണമില്ലാതെ കുടിച്ച് കുടുംബകലഹം ഒരു പതിവായി മാറിയ സമയത്തായിരുന്നു മരിയ ഡോളോറസ് എന്ന് പറയുന്ന അയാളുടെ ഭാര്യ ഒരു നഗ്ന സത്യം തിരിച്ചറിയുന്നത്. അവരുടെ വയറ്റിൽ നാലാമത്തൊരു കുഞ്ഞു ജീവൻ കൂടി തുടിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അതായത് ഉള്ള 3 മക്കളെയും ഭർത്താവിനെ നോക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല. ഭർത്താവാണെങ്കിലും മുഴുക്കുടിയനും നിയന്ത്രണമില്ലാതെ മദ്യപിക്കുന്ന ഒരാളും. അയാളുടെ കൂടെ ജീവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പാടും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞതായിരുന്നു. അതിനിടയിലേക്ക് ഒരു കുഞ്ഞുകൂടി വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറ്റാവുന്നതിനും അപ്പുറമായിരുന്നു. അവർ എന്താ ചെയ്യുക, അവർ കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. അവർക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. അത്രത്തോളം ഉണ്ടായിരുന്നു ആ ഭർത്താവിൻ്റെ ചെയ്തികൾ. ഒരുപാടൊന്നും ആലോചിക്കാതെ തന്നെ ആ അമ്മ ഒരു തീരുമാനം എടുത്തു. തൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞു ജീവൻ നശിപ്പിക്കുക. അവനെ കഷ്ടപ്പാടിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ ഇടയിലേക്ക് വിളിച്ചു കൊണ്ടുപോരാതെ അവനെ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാതാക്കുക. അബോർഷൻ, അതായിരുന്നു അമ്മയുടെ മനസ്സിൽ. അവർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് എല്ലാം പറഞ്ഞു. ഡോക്ടർ അവരോട് നോക്കിയപ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും വിശപ്പും ഒക്കെ കാണാൻ പറ്റി. അപ്പോൾ ഡോക്ടർ കുറച്ച് ഇരുന്നതിന് ശേഷം അവരുടെ ബാഗിൽ കയറ്റിട്ട് കുറച്ച് പണം എടുത്ത് കൊടുത്തിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങി വസ്ത്രങ്ങൾ വാങ്ങി മക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ പോയിക്കോളൂ, കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും എന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ആശ്വാസത്തോടെ ആ അമ്മ ആ ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് പോയി. അവർ വീട്ടിലെത്തി കുറച്ച് കാലം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയെല്ലാം അവർ കരയുകയായിരുന്നു. കാരണം തൻ്റെ വയറ്റിൽ വളർന്നൊരു കുഞ്ഞു ജീവൻ, താനത് നശിപ്പിക്കാൻ പോകുന്നു, താനൊരു കൊലയാളിയാകാൻ പോകുന്നു എന്നൊക്കെ ഒരു വിചാരത്തിൽ അവർ ഒരുപാട് കരഞ്ഞ് സങ്കടവും ദേഷ്യമൊക്കെ അടക്കി ഒതുക്കി അവർ നേരെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, എനിക്കൊരിക്കലും നിങ്ങളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞു ജീവൻ നശിപ്പിക്കാനാവില്ല. എനിക്കറിയാം നിങ്ങൾക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും കൊണ്ട് നിങ്ങളുടെ ഭർത്താവ് ഒരു മുഴുക്കുടിയനാണ്, ചിലപ്പോൾ ഈ കുഞ്ഞിനെ വളർത്താൻ പറ്റിയേക്കില്ല, പക്ഷേ എങ്കിലും നമുക്ക് എല്ലാവർക്കും ചേർന്ന് പിന്നെ വളർത്താം. ആ ഒരു വാക്ക് ആ അമ്മയ്ക്ക് ഒരുപാട് ആശ്വാസം നൽകി. അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും ഇടയിലും ആ കുഞ്ഞിനെ പ്രസവിക്കാൻ ആ അമ്മ തീരുമാനിച്ചു. ഒടുവിൽ 1985 ഫെബ്രുവരി 5-ാം തീയതി, അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച പുലർച്ചെ മരിയ ഡോളോറസ് തൻ്റെ 4ാമത്തെ കുഞ്ഞിന് ജന്മം നൽകി. അതൊരു ആൺകുഞ്ഞായിരുന്നു. ആ കുഞ്ഞ് ജനിച്ചതിൽ അവർക്ക് സന്തോഷമല്ലായിരുന്നു, അതിനേക്കാളേറെ ഭയമായിരുന്നു. കാരണം അവന് നാളെ എന്ത് കൊടുക്കും, അവൻ എങ്ങനെ കഴിക്കും എന്നുപോലും അവർക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എങ്കിലും അവൻ വളർന്നു. തൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടാണ് ആ കുഞ്ഞു ജീവൻ വളർന്നു വന്നത്. വലുതാകുമ്പോൾ തൻ്റെ അമ്മയുടെ കഷ്ടപ്പാടെല്ലാം മാറ്റുമെന്ന് അവൻ പ്രതിജ്ഞ ചെയ്തിരുന്നു. 1985 ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയുടെ ഇടയിലേക്ക് ജനിച്ച ആ കുഞ്ഞ് തന്നെയാണ് ഇന്ന് ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളുടെ ഒരാളായി വളർന്നത്. കുട്ടിക്കാലത്ത് കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഉടുക്കാൻ വസ്ത്രമില്ലാതെ നടന്നിരുന്ന ആ പയ്യൻ തന്നെയാണ് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെയും റയൽ മാഡ്രിഡിൻ്റെയൊക്കെ ജേഴ്സികളിൽ മിന്നിത്തിളങ്ങിയത്. ഫുട്ബോളിനെ തൻ്റെ കാൽക്കീഴിലൊതുക്കി ലോകത്തെ തന്നെ വിസ്മയിപ്പിച്ച ആ പയ്യൻ്റെ പേരായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബം കൊടും ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇനിയൊരു മകനെ കൂടി വളർത്താനുള്ള ശേഷി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭാവസ്ഥയിൽ തന്നെ റൊണാൾഡോയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. ഗർഭാവസ്ഥയിലുള്ള റോണോയെ ചൂടുള്ള ബിയർ കുടിച്ച് ഇല്ലാതാക്കാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് കുഞ്ഞു റോണോ ജനിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോ ദോസ് സാന്റോസ് അവേരിയോ എന്ന പേരിൽ 1985 ഫെബ്രുവരി 5-ന് പോർച്ചുഗലിലെ മദീറയിലായിരുന്നു ജനനം. അച്ഛൻ ഹോസെ ഡിനീസ് അവീറോ, അമ്മ മറിയ ഡോളറസ് ഡോസ് സാന്റോസ് അവീറോ. തൻ്റെ പ്രിയപ്പെട്ട നടനും അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റുമായ റൊണാൾഡ് റീഗൻ്റെ പേരാണ് അച്ഛൻ തൻ്റെ ഇളയ മകൻ ഇട്ടത്. ഒടുവിൽ മരിയ ഡോളോറസിൻ്റെ 3 മക്കളോടൊപ്പം അവനും ദാരിദ്ര്യത്തോട് പടവെട്ടി പിച്ച വെച്ച് തുടങ്ങി. പാതിര വരെ വിശപ്പിൻ്റെ കാഠിന്യത്താൽ ലിസ്ബണിലെ റെസ്റ്റോറൻറ്റിനു മുന്നിൽ ഉറക്കമൊഴിച്ച് കാത്തിരിക്കും.
അവിടെ തീന്മേശകളിൽ ഉപേക്ഷിക്കുന്ന ഉപയോഗശൂന്യമായ ഭക്ഷണപ്പൊതികൾ പുറത്തെ വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നതും കാത്തിരിക്കും. വേസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്ന ഭക്ഷണപ്പൊതികളായിരുന്നു ആ കുടുംബത്തിന്റെ ജീവൻ പലപ്പോഴും പിടിച്ചു നിർത്തിയിരുന്നത്. പക്ഷേ ആ 3 മക്കൾക്കുമില്ലാത്ത ഒരു കഴിവ് ദൈവം മരിയയുടെ 4ാമത്തെ മകന് നൽകിയിരുന്നു. അവൻ നന്നായി ഫുട്ബോൾ കളിക്കുമായിരുന്നു. ആ ദരിദ്ര കുടുംബത്തിന് അതൊരു ആശ്വാസവുമായിരുന്നു. ഒടുവിൽ 1992 അമേച്ചർ ടീമിനായി ആദ്യമായി അവൻ ബൂട്ടണിഞ്ഞു. 1995 വരെ അവിടെ തുടർന്നു. 1997 അവൻ ഏകദേശം 12 വയസ്സ് പ്രായമായപ്പോൾ അവൻ പോർച്ചുഗലിലെ പ്രധാന ക്ലബ്ബായ സ്പോർട്ടിംഗ് CPയുമായി 3 ദിവസത്തെ ചരിത്രപ്രധാനമായ കരാറിൽ ഒപ്പുവെച്ചു. അന്ന് അവന് സ്പോർട്ടിംഗ് CP നൽകിയത് $1500 ആയിരുന്നു. അവൻ്റെ കരിയറിലെ ആദ്യത്തെ വലിയ തുക. സന്തോഷത്തോടെ ആ പണം അമ്മയായ മരിയയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതിനോടകം തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന കുഞ്ഞു റോണോയുടെ പ്രശസ്തി ആ ഗ്രാമം വിട്ട് പുറത്തേക്ക് ഒഴുകുകയായിരുന്നു. അങ്ങനെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് വിധി വീണ്ടും വില്ലനായി അവതരിച്ചത്. ഇത്തവണ വിധി കടന്നു വന്നത് ഹൃദ്രോഗം എന്ന രോഗത്തിന്റെ രൂപത്തിലായിരുന്നു. എല്ലാം അവസാനിച്ചെന്ന് കരുതിയ നിമിഷങ്ങൾ. പക്ഷേ ഒരാൾ മാത്രം അവനെ കൈവിടാതെ ചേർത്ത് പിടിച്ചു. കാരുണ്യവാനായ ദൈവം അവനെ കൈവിടാൻ ഒരുക്കമല്ലായിരുന്നു. 2 വട്ടമാണ് ആ കുഞ്ഞു ബാലന്റെ ഹൃദയം തുറന്ന് കേടുപാടുകൾ തീർത്തത്. കണ്ണീരുകളും പ്രാർത്ഥനകളും സന്തോഷങ്ങൾക്ക് വഴിമാറിയ നിമിഷങ്ങൾ. ആ പുഞ്ചിരി പിന്നീട് ഒരിക്കലും അവൻ്റെ ചുണ്ടിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല. അതുപോലെ തന്നെ പിന്നീട് ഒരിക്കലും ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് അവന് തിരിച്ചു നടക്കേണ്ടിയും വന്നിട്ടില്ല. വർഷങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞുപോയി. അവൻ്റെ പ്രതിഭയെ അവൻ എല്ലാവരുടെയും മുമ്പിൽ തുറന്നു കാണിച്ചു. അങ്ങനെ 2003 അവന് 18 വയസ്സ് മാത്രം പ്രായമായപ്പോൾ അവൻ വിഖ്യാതമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി ഒപ്പുവെക്കുന്നു. പിന്നീട് നടന്നത് ചരിത്രം. യുണൈറ്റഡിന് 3 പ്രീമിയർ ലീഗ് നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. കൂടെ ഒരു ചാമ്പ്യൻസ് ലീഗ് കൂടി നേടിക്കൊടുത്തു. പരിശീലകരുടെ പരിശീലകനായ സർ അലക്സ് ഫെർഗ്യൂസിന്റെ മനം കീഴടക്കം മാത്രമല്ല, മാനസപുത്രനായി ഇംഗ്ലണ്ടിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ വാണു. പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഏതെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമായി നിൽക്കുന്ന റയൽ മാഡ്രിഡിലേക്ക് യാത്രയായി. അപ്പോഴേക്കും അവൻ സ്വന്തമായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തിരുന്നു. റയലിലെത്തിയതോടെ അവന്റെ സുവർണ കാലഘട്ടം ആരംഭിച്ചു. രണ്ട് ലാലിഗ കിരീടങ്ങൾ, 2 കോപ്പ ഡെൽ റേ, 4 UEFA ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ ഉൾപ്പെടെ 15 ട്രോഫികൾ നേടി ക്ലബിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററായി മാഡ്രിഡിൽ അവനങ്ങനെ മാന്ത്രികം തീർത്തു. മാഡ്രിഡിലെത്തിയതിനു ശേഷം 3 തവണയാണ് ബാലൻഡോറിന്റെ റണ്ണറപ്പായത്. 4 തവണ ബാലൻഡോർ നേടുകയും ചെയ്തു. ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ, ഒരു രാജ്യത്തിന് വേണ്ടി ഏറ്റവും കൂടിയ ഗോൾ നേടിയ കളിക്കാരൻ, ചാമ്പ്യൻസ് ലീഗിൽ ആദ്യമായി 100 ഗോൾ നേടിയ കളിക്കാരൻ, ക്ലബ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ കളിക്കാരൻ, അങ്ങനെ പറഞ്ഞാൽ തീരില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ദാരിദ്ര്യത്തിലെയും പട്ടിണിയുടെയും ഇടയിൽ നിന്ന് വന്ന കുഞ്ഞു ബാലൻ്റെ വിപ്ലവ ഗാഥകൾ. ഇതുവരെയായി 5 ബാലൻഡിയോറും 4 ഗോൾഡൻ ബൂട്ടും അയാൾ സ്വന്തമാക്കിയിരിക്കുന്നു. 2003 18-ാം വയസ്സിൽ അവൻ പോർച്ചുഗലിനായി സീനിയർ അന്താരാഷ്ട്ര അരങ്ങേറ്റം നടത്തി. പോർച്ചുഗലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ക്യാപ്പ് നേടിയ കളിക്കാരനും രാജ്യത്തെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോററുമായി ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ അരങ്ങു വാഴുകയാണ്. 2004 അവൻ തൻ്റെ ആദ്യ അന്താരാഷ്ട്ര ഗോൾ നേടി. അവിടെ പോർച്ചുഗലിനെ ഫൈനലിലെത്തിക്കാൻ സഹായിക്കുകയും 2008 ജൂലൈയിൽ ദേശീയ ടീമിൻ്റെ മുഴുവൻ ക്യാപ്റ്റൻസി ഏറ്റെടുക്കുകയും ചെയ്തു. 2015 പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ എക്കാലത്തെയും മികച്ച പോർച്ചുഗീസ് കളിക്കാരനായി അയാളെ തിരഞ്ഞെടുത്തു. തൊട്ടടുത്ത വർഷമായിരുന്ന 2016 ഒരു പ്രധാന ടൂർണമെന്റിലെ ആദ്യ വിജയത്തിലേക്ക് പോർച്ചുഗലിനെ മുന്നിൽ നിന്ന് നയിച്ചു. മറ്റൊന്നുമായിരുന്നു നമ്മൾ സംസാരിച്ചത് കളിക്കളത്തിലെ റൊണാൾഡോയെ കുറിച്ചാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ റൊണാൾഡോയെ കുറിച്ചാണ്. ജീവിതം പഠിച്ച റൊണാൾഡോയെ കുറിച്ചാണ്. സ്കൂളിൽ ഫീസ് അടക്കാൻ പണമില്ലാത്തത് കൊണ്ട് സ്കൂളിലേക്ക് കയറി ചെന്ന കുഞ്ഞു റോണോയെ ടീച്ചർ അവൻ്റെ നേരെ നോക്കി പറഞ്ഞു, ഫീസ് അടക്കാൻ പണമില്ലെങ്കിൽ ബോട്ടിൽ വന്നിറങ്ങി. അന്ന് ടീച്ചർ മീൻ വിൽക്കാൻ പോകാൻ പറഞ്ഞ ആ പയ്യൻ്റെ പേര് തന്നെയായിരുന്നു ആ എയർപോർട്ടിന് പോലും. കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ, ആത്മധൈര്യത്തോടെ മുന്നേറാൻ പഠിപ്പിക്കുന്ന ഒരേ ഒരു പാഠമാണ് അയാളുടെ ജീവിതം. മറ്റുള്ള കളിക്കാരെ പോലെ ശരീരം മുഴുവൻ ടാറ്റു ചെയ്ത് മദ്യപിച്ച് നടക്കുന്ന ഒരാളൊന്നും ആയിരുന്നില്ല റൊണാൾഡോ. അയാളുടെ അച്ഛൻ മദ്യപാനം മൂലം ലിവർ സിറോസിസ് വന്നാണ് മരിച്ചത്.
ആ ഒരു സംഭവത്തോടെ തൻ്റെ മക്കൾക്ക് താനൊരു നല്ല അച്ഛനായിരിക്കുമെന്നും ഒരിക്കലും മദ്യം കൈകൊണ്ടുപോലും തൊടില്ലെന്നുമാണ് അയാൾ പറഞ്ഞത്. തനിക്ക് കിട്ടിയ ബാലൻഡോർ ലേലത്തിൽ വിറ്റ് അതിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുത്ത് അവർക്ക് ഭക്ഷണവും വസ്ത്രവും വിദ്യാഭ്യാസവും നൽകുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമ കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ലെജൻഡ്. കളിക്കളത്തിനകത്തുള്ള റൊണാൾഡോയെ നിങ്ങൾക്ക് വെറുക്കാൻ കഴിഞ്ഞേക്കാം, പക്ഷേ കളിക്കളത്തിന് പുറത്തുള്ള റൊണാൾഡോ അത് വേറെ ഒരു തരം മനുഷ്യനാണ്. ആ മനുഷ്യനെ നിങ്ങൾ വെറുക്കുന്നുണ്ടെങ്കിൽ പിന്നൊന്നും നിങ്ങളോട് എനിക്ക് പറയാനില്ല. അമച്വർ ക്ലബ്ബിൽ കളിക്കുന്ന കാലത്ത് റൊണാൾഡോയ്ക്ക് ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ആൽബർട്ട് എന്നായിരുന്നു അവൻ്റെ പേര്. ഒരു സുപ്രധാന മത്സരത്തിൽ ആൽബർട്ട് സകല ഡിഫൻഡർമാരെയും വകഞ്ഞു മാറ്റിക്കൊണ്ട് ഗോളിയെ വരെ ഡ്രിബിൾ ചെയ്ത് ബോൾ പോസ്റ്റ് മാത്രം മുന്നിൽ നിൽക്കുന്ന സമയത്ത് ഗോളടിക്കാൻ നോക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചെങ്കിലും ആൽബർട്ട് ആ ബോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പാസ് ചെയ്തു. റൊണാൾഡോ ആ ബോൾ ഗോളാക്കി. അതോടുകൂടി ആ ഒരു മത്സരത്തിൻ്റെ ഫലം കാരണം ക്രിസ്ത്യാനോ റൊണാൾഡോയെ സ്പോർട്ടിംഗ് CP എന്ന ക്ലബ്ബ് ഏറ്റെടുക്കുകയാണുണ്ടായത്. വർഷങ്ങൾക്ക് ശേഷം ഒരു ഫംഗ്ഷനിൽ വെച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയും ആൽബർട്ടും തമ്മിൽ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന മീഡിയക്കാർ അങ്ങോട്ട് കയറി വന്നിട്ട് ആൽബർട്ടിനോട് ചോദിച്ചു, നിങ്ങൾ ഏത് ക്ലബ്ബിലാണ് കളിക്കുന്നത്? നിങ്ങളെ ആരും കൂടുതൽ അറിയില്ലല്ലോ, നിങ്ങൾ ഫുട്ബോൾ കളിക്കാരൻ തന്നെയാണോ? അങ്ങനെ കുറേയേറെ ചോദ്യങ്ങൾ മീഡിയ ആൽബർട്ടിന് മുന്നിൽ നിരത്തി. ആൽബർട്ട് സൗമ്യമായി പറഞ്ഞു, ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ഒരാളൊന്നുമല്ല, നിങ്ങളെൻ്റെ വയറ് നോക്കൂ, ഈ വയർ വെച്ച് ഞാൻ എങ്ങനെയാണ് ഫുട്ബോൾ കളിക്കുക? ഫുട്ബോൾ കളിക്കാരനല്ലെങ്കിൽ ഇങ്ങനൊരു രാജ്യത്ത് ഇത്രയും റിച്ചായി നിങ്ങൾക്ക് താമസിക്കാൻ എങ്ങനെ സാധിക്കുന്നു? വലിയ ആഡംബര കാറുകളും വലിയ ബംഗ്ലാവുകളും നിങ്ങൾക്കുണ്ട്, പിന്നെ നിങ്ങൾ ആരാണ്? ആൽബർട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, ഇതൊന്നും എൻ്റെ സ്വന്തമല്ല, അതെല്ലാം എനിക്കെൻ്റെ കൂട്ടുകാരെന്നൊന്നാണ്. കൂട്ടുകാരനോ? ആരാണ് അയാൾ? ഇത്രയും വലിയ സൗഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റിയ കൂട്ടുകാരൻ ആരാണ്? അപ്പോൾ ചെറുപുഞ്ചിരിയോടെ ആൽബർട്ട് പറഞ്ഞു, അതാണ് ആ നിൽക്കുന്നത്, എല്ലാവരും CR7 എന്ന് വിളിക്കുന്ന എൻ്റെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ. എല്ലാ സിനിമയിലും ഒരു തെരുപ്പാണല്ലേ, ഉന്നെ பார்த்தா எனக்கு அந்த மாதிரி தான் தோணுது. ஹீரோவா? இல்ல வில்லன். അന്ന് ആ മത്സരത്തിന് ശേഷം ആ ബോൾ തനിക്ക് എന്തിനാണ് പാസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ, എന്നേക്കാൾ മികച്ചതായിട്ട് കളിക്കുന്നത് നീയാണ്, എനിക്ക് അവസരം കിട്ടിയിട്ട് കാര്യമില്ല, നിനക്ക് അവസരം കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ് ആൽബർട്ട് പറഞ്ഞത്. അതെ, സൗഹൃദങ്ങളെ ഒരിക്കലും അയാൾ കളയാറില്ല. സൗഹൃദങ്ങളുടെ തോളിലേറ്റ് നടക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. തനിക്ക് സൗഭാഗ്യങ്ങളെല്ലാം വെച്ച് നീട്ടിയത് ആൽബർട്ട് എന്ന കൂട്ടുകാരനായിരുന്നു. ആ കൂട്ടുകാരന് വേണ്ടി തനിക്ക് പറ്റാവുന്നതെല്ലാം ആ മനുഷ്യൻ ചെയ്തിട്ടുമുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ പറഞ്ഞു പോയാൽ ഈ കഥ അവസാനിപ്പിക്കാനാവില്ല. അത്രത്തോളം നല്ല കാര്യങ്ങളും ഒരുപാട് കഥകളും അയാളെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ കൂടെ എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കാരണം താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ ഗുഡ് ബൈ, സൈനിങ് ഔട്ട്.